എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, നീലം കലാപം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി കർഷക കലാപങ്ങൾ കേരളത്തിൽ നടന്നു. ഇന്ത്യയിൽ നടന്ന കർഷക കലാപങ്ങൾ കൂടാതെ കേരളത്തിൽ നടന്ന കർഷക കലാപങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. മലബാർ കലാപത്തിനെ പറ്റി ഇതിനകത്ത് പറയുന്ന 2 പോയിന്റ്സ്. മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലി കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി. അപ്പോൾ കനോലിയെ കൊലപ്പെടുത്തിയത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് മാപ്പിള ഭരണകാലത്ത് കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. ഇപ്പോൾ മാപ്പിള കലാപം നടന്നത് മലബാറിലെ മാപ്പിള കലാപങ്ങൾ. അതുകൊണ്ട് ഇത് ഒറ്റ കലാപമായിട്ടല്ല, ഒരുപാട് കലാപങ്ങൾ പല പല സ്ഥലങ്ങളിലായിട്ട് നടന്നു. ഭൂരിഭാഗവും നടത്തിയത് മാപ്പിളമാരായിരുന്നു. മാപ്പിളമാർ എന്ന് പറഞ്ഞാൽ മലബാറിലെ മുസ്ലിങ്ങളാണ് മാപ്പിളമാർ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 19ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ പ്രധാനമായും ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്: കനോലി എന്ന് പറയുന്നത് മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അയാളുടെ വീട്ടിൽ വെച്ച് തന്നെ കലാപകാരികൾ കൊലപ്പെടുത്തി. ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? മാപ്പിള കലാപം. മലബാറിലെ മുസ്ലിംസ് നടത്തിയ കലാപമാണ് മാപ്പിള കലാപം. അടുത്തത് 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മാത്രമായിട്ട് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്ന MSPയുടെ ഫുൾ ഫോം മലബാർ സ്പെഷ്യൽ പോലീസാണ്. ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. ഈ തുടർച്ചയായ കലാപങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ഇപ്പോൾ 2 കാര്യങ്ങൾ പഠിക്കാം. വില്യം ലോഗൻ കമ്മീഷൻ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. MSPയുടെ ഫുൾ ഫോം എന്താണ്? മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ സ്പെഷ്യൽ പോലീസ് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MSP ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം, മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും മലബാർ കലാപത്തിനെ പറ്റി ഇത്ര മാത്രമേ ടെക്സ്റ്റിനകത്തുള്ളൂ എങ്കിലും നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. 1921 മലബാർ കലാപം നടക്കുന്നത്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹളയാണ്. പൂക്കോട്ടൂർ യുദ്ധത്തിനെ പറ്റി പഠിക്കുമ്പോൾ നിലമ്പൂർ രാജയെപ്പറ്റി അറിഞ്ഞിരിക്കുക. 1921 നമ്മുടെ പൂക്കോട്ടൂരിലുള്ള ആ ഗ്രാമത്തിലെ കൃഷിയോഗ്യമായ 60% കാർഷിക ഭൂമിയും കൈയടക്കി വച്ചിരുന്നത് നിലമ്പൂർ രാജയാണ്. ഈ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പെട്ടെന്നുള്ള കാരണം എന്ന് പറയുന്നത് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിൻ്റെ അറസ്റ്റാണ്. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു പോയിന്റ് വാഗൺ ട്രാജഡിയെ പറ്റിയാണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വർഷമാണ് 1921 നവംബർ 20. 1921 മലബാർ കലാപം നടന്നതിനോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ടതാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 20 ആ വർഷവും ഡേറ്റും മാസവും എല്ലാം പ്രധാനപ്പെട്ടതാണ്. 1921 നവംബർ 20 വാഗൺ ട്രാജഡി. ഈ വാഗൺ ട്രാജഡിയെ പറ്റി സുമിത് സർക്കാരിൻ്റെ വിശേഷണം എന്ന് പറയുന്നത് ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് അറിയപ്പെടുന്നത് വാഗൺ ട്രാജഡി. ആരാണ് വിശേഷിപ്പിച്ചത്? സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് തിരൂറിലാണ്. തിരൂർ എന്ന് പറയുന്ന സ്ഥലവും വളരെ പ്രധാനപ്പെട്ടതാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് തിരൂറിലാണ്. വാഗൺ ട്രാജഡി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട അടുത്ത പോയിന്റ് മലബാർ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസലിയാർ. ഇതുകൂടാതെ ഒരുപാട് പേരുണ്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അലി മുസലിയാറിന് വേറൊരു പ്രത്യേകത കൂടി ഉള്ളത്, മലബാറിൽ
ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തത് അലി മുസലിയാർ ആണ്. അപ്പോൾ മലബാർ ലഹള കഴിഞ്ഞു വന്നപ്പോൾ അതിൻ്റെ താൽക്കാലിക ഗവൺമെന്റിന് അധികാരത്തിൽ വന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുത്തത് അലി മുസലിയാർ. ഇത്രയും പോയിന്റ്സ് കൂടി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തുവെക്കാം. അടുത്തത് കാടുകൾ കലാപഭൂമിയാകുന്നു. അതായത് നാട്ടിൽ എന്തായാലും പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ കാടുമായിട്ട് റിലേറ്റ് ചെയ്ത് കാട്ടിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേയധികം കലാപങ്ങൾ നടന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സന്താൾ കലാപം. അപ്പോൾ സന്താൾമാർ എന്ന് പറയുന്നത് ഈ ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളിലൂടെ താഴ്വരയിൽ ജീവിച്ചു പോകുന്ന ഗോത്ര വർഗമായിരുന്നു സന്താൾമാർ. അപ്പോൾ സന്താൾമാർ നടത്തിയ കലാപമാണ് സന്താൾ കലാപം എന്നറിയപ്പെടുന്നത്. ഇത് നടന്ന വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് 1855. അപ്പോൾ ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ താമസിച്ചിരുന്ന സന്താൾമാരുടെ കലാപം സന്താൾ കലാപം 1855 ഈ കലാപം നടക്കുന്നത്. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ 2 പേരുണ്ട്. ഈ 2 പേരുടെ ഫോട്ടോ പതിപ്പിച്ച ഒരു സ്റ്റാമ്പും ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ്? സിദ്ധുവും കാനുവുമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ പേര് സിഡോ മുർമു ആൻഡ് കൻഹു മുർമു. ഇത് 2002 ഇറക്കിയ സ്റ്റാമ്പാണ്. സിഡോ മുർമു ആൻഡ് കൻഹു മുർമു. ഇത് സിദ്ധു അല്ലെങ്കിൽ കാനു എന്നും അറിയപ്പെടുന്നു. 4 രൂപയുടെ ഒരു സ്റ്റാമ്പാണ് ഇറക്കിയത്. അപ്പോൾ സന്താൾ കലാപം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1855. സന്താൾ കലാപം ആയിട്ട് ബന്ധപ്പെട്ട കുന്നിൻ്റെ പേര് രാജ്മഹൽ കുന്ന്. ഏത് സ്ഥലത്താണ്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ. അതെല്ലാം കാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഏരിയയിൽ നടന്ന കലാപമാണ് സന്താൾ കലാപം. ഇനി അടുത്തത് നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരാം. കുറിച്യ കലാപം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. അപ്പോൾ നടന്ന സ്ഥലം ഏതാണ്? വയനാട്ടിലാണ്. വയനാട്ടിലെ കുറിച്യന്മാരും കുറുമ്പന്മാരുമാണ്, കുറിച്യരും കുറുമ്പ്രരും ആണ് കലാപം നടത്തിയത്. 1812 ഈ കലാപം നടക്കുന്നത്. സോ 1812 വളരെ പ്രധാനപ്പെട്ട വർഷം. 1812 നടന്നത് കുറിച്യ കലാപം. അപ്പോൾ കുറിച്യ കലാപം നടന്ന വർഷം 1812. എവിടെയാണ് നടന്നത്? വയനാട്ടിലാണ് നടന്നത്. ആരാണ് നടത്തിയത്? കുറിച്യരും കുറുമ്പ്രരും. ആൻഡ് ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയത്. എല്ലായിടത്തും ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയത് അവരുടെ കലാപത്തിൻ്റെ കാരണമായി. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്. ആരുടെ കയ്യിലും പണം ഉണ്ടായിരുന്ന ഒരു അവസരമായിരുന്നില്ല അന്ന്. പണമായി തന്നെ നികുതി അടയ്ക്കണം എന്ന് നിർബന്ധിച്ചത്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കുറിച്യ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഈ 3 കാരണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അമിതമായി നികുതി ചുമത്തി, അതുകൂടാതെ ആ നികുതി പൈസയായിട്ട് തന്നെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതെല്ലാം കണ്ട് സഹികെട്ടാണ് അവർ കലാപത്തിന് മുതിർന്നത്. 1812 വയനാട്ടിലെ കുറിച്യ കലാപം നടക്കുന്നത്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കലാപം എന്തായിരുന്നു? കുറിച്യ കലാപം. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റ് വിഭാഗങ്ങളും കലാപങ്ങളിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ എന്നാണ് എഴുതിയിരിക്കുന്നത്. കലാപത്തെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. അപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഇത് ഏത് കലാപവുമായി ബന്ധപ്പെട്ട വാക്യമാണ്? മലബാർ കലാപം, കുറിച്യ കലാപം, സന്താൾ കലാപം, നീലം കലാപം. ഇങ്ങനെ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവാം. ആൻസർ എന്താണ്? കുറിച്യ കലാപം. അപ്പോൾ 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നുള്ളത് ആരുടെ വാക്യമാണ്? TH ബേബർ. അന്നത്തെ മലബാർ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന TH ബേബറിൻ്റെ വാക്യമാണിത്.
19-ാം നൂറ്റാണ്ടിൽ സന്താൾ കുറിച്ച കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അവയിൽ പ്രധാനപ്പെട്ടവ പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. ഇതിനകത്ത് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഗോത്ര കലാപങ്ങൾക്ക് ഉദാഹരണം? ഗോത്ര കലാപം അല്ലാത്തതേത്? അപ്പോൾ ഓർത്തുവെക്കേണ്ട കാര്യം പഹാരിയ, കോൾ, ഖാസി, ഭീൽ, മുണ്ട ഇതെല്ലാം തന്നെ ഗോത്രവർഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഗോത്ര കലാപങ്ങളാണ്. കുറിച്യ കലാപം ഒരു ഗോത്ര കലാപമാണ്. സന്താൾ കലാപം ഒരു ഗോത്ര കലാപമാണ്. ഇത് കൂടാതെ പഹാരിയ, കോൾ, ഖാസി, ഭീൽ, മുണ്ട ഇതെല്ലാം തന്നെ ഗോത്ര കലാപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവുമായ ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. അതായത് ഏത് ആൾക്കാരെക്കാളും കർഷകരുൾപ്പെടെയുള്ള ഏത് ആൾക്കാരെക്കാളും ഏറ്റവും ഉത്സാഹത്തോടുകൂടി ആക്രമണം നടത്തിയ സമരങ്ങളായിരുന്നു ആരായിരുന്നു? ഗോത്ര ജനതയുടെ സമരങ്ങൾ. ഇത് പറഞ്ഞതാരാണ്? കെ സുരേഷ് സിംഗ്. അപ്പോൾ ചോദിക്കാൻ പറ്റുന്നത് ഈ ഒരു സെന്റൻസ് തന്നിട്ട് ഇത് ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടു? ഗോത്ര കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നത്. ഇത് ആരാണ് ഇങ്ങനെയൊരു വാക്യം ഉന്നയിച്ചത്? കെ സുരേഷ് സിംഗ്, ചരിത്രകാരനായ കെ സുരേഷ് സിംഗ്. ഇത് അത്ര ഇതുവരെയും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ 10ാം ക്ലാസ്സിലെ ബുക്കിനകത്ത് കാണുന്നത് കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഈ സെന്റൻസ് പറഞ്ഞത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ കഷ്ടകാലം പിടിച്ച ഒരു സമയത്തിനെ പറ്റി പറഞ്ഞതാണ്. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ച. അതിനെപ്പറ്റി വില്യം ബെന്റിക് പ്രഭു പറഞ്ഞ വാക്കുകളാണ് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണുന്നില്ല. ഏതിനെ പറ്റിയാണ് പറയുന്നത്? തുണി വ്യവസായത്തിന്റെ തകർച്ചയെപ്പറ്റി. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു. അപ്പോൾ എല്ലാ രീതിയിലും കാർഷിക രംഗത്തും അവർ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നവർ നീലം കൃഷി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൃഷി ചെയ്യാൻ പറഞ്ഞു. അവസാനം അതിന് വിപണിയില്ലാതായി. എല്ലാം കൊണ്ടും കർഷകർ കടക്കെണിയിലായി. അതോടൊപ്പം തന്നെ കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. അതായത് യന്ത്രനിർമ്മിതമായ ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ, നമ്മുടെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ വൻതോതിലായിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അപ്പോൾ ഇന്ത്യക്കാരുണ്ടാക്കുന്ന നെയ്തു കൂട്ടുന്ന തുണികൾക്ക് വിലയില്ലാതായി. അടുത്തത് ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില കുറവായതാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ കണ്ടു. യന്ത്രനിർമ്മിതമായ, അതായത് ഫാക്ടറികൾ, ബ്രിട്ടീഷ് ഫാക്ടറികളിൽ നിന്ന് വൻതോതിൽ തുണികൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അതുപോലെ രണ്ടാമത്തെ കാരണം എന്താ? തുണികൾക്ക് വില വളരെ കുറവായിരുന്നു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് തുണി എത്തിക്കാൻ കഴിയുന്നതോടുകൂടി തന്നെ ഇന്ത്യൻ തുണി വ്യവസായം തകർച്ചയിലേക്ക് വന്നു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിൽ എത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിൽ എത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. അപ്പോൾ എല്ലാ രീതിയിലും ഇന്ത്യൻ തുണി നിർമ്മാതാക്കൾക്ക്, തുണി വ്യവസായത്തിന് വളരെയധികം തിരിച്ചടി നേരിട്ടു. അപ്പോൾ യന്ത്രനിർമ്മിതമായ ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്തു. അവയ്ക്ക് വില കുറവാണ്. റെയിൽവേ വ്യാപകമായതും തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്കൊരു കാരണമായി.
ഇത് കൂടാതെ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. അപ്പോൾ നമ്മുടെ തുണികൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അധികമായ നികുതി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് തുണി വിൽക്കാൻ പറ്റാതായി. അതുകൊണ്ട് തന്നെ തുണി വിപണി വളരെയധികം തകർന്നു. ഈ തുണി വിപണി മാത്രമല്ല തകർന്നത്, മൺപാത്ര നിർമ്മാണം. മൺപാത്രം, അലൂമിനിയം പാത്രങ്ങൾ കൂടുതലായി ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴേക്കും മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാരില്ലാതായി. തുകൽ പണി, അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി കാരണം ഇവിടെ ആവശ്യമുള്ള തുകലെല്ലാം തന്നെ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. അങ്ങനെ തുകൽ പണി അവതാളത്തിലായി. മരപ്പണി എന്ന് പറയുന്നത് ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം കാരണം മരപ്പണിക്കും ആവശ്യക്കാർ ഇല്ലാതായി. ഇത്രയുമാണ് ഗ്രാമീണ വ്യവസായങ്ങൾ തകരാനുള്ള കാരണം. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ ചെറിയൊരു റിവിഷൻ. എല്ലാ ദിവസവും ക്ലാസ്സുകൾ കഴിയുമ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും റിവിഷന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസാന എക്സാം അടുക്കുമ്പോഴേക്കും വളരെ എളുപ്പമാവും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 3 കാര്യങ്ങളാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഭൂനികുതി വ്യവസ്ഥ, 3 ടൈപ്പ് ഭൂനികുതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. ശാശ്വത ഭൂനികുതി, റൈറ്റ് വാരി ആൻഡ് മഹൽവാരി. ഇതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ പറ്റി ഓർക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കുക. ബംഗാൾ, ബീഹാർ, ഒറീസ സംസ്ഥാന പ്രദേശങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് നടപ്പിലാക്കിയത്. ഇതിൻ്റെ വേറൊരു പേരാണ് സെമീന്ദാരി സമ്പ്രദായം. കോൺവാലിസ് പ്രഭുവാണ് നടപ്പിലാക്കിയത് 1793. ഈ കോൺവാലിസ് പ്രഭുവിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി പഠിക്കുക. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയതും കോൺവാലിസ് പ്രഭു. അടുത്തത് റൈറ്റ് വാരി വ്യവസ്ഥ. കർഷകരിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നികുതി വാങ്ങിച്ചുകൊണ്ടിരുന്നത് റൈറ്റ് വാരിയാണ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് ഈ നികുതി വ്യവസ്ഥ നടപ്പിലായിരുന്നത്. മഹൽവാരി, മഹൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗ്രാമം നോർക്കുക. അതിൻ്റെ തലവൻ ഗ്രാമത്തലവനാണ്. ഗ്രാമത്തലവനാണ് നികുതി പിരിച്ചുകൊണ്ടിരുന്നത്. ഇത് എവിടെ നടന്നിരുന്നു? വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ. ഇത്രയേ ഉള്ളൂ ഭൂനികുതി വ്യവസ്ഥയെപ്പറ്റി പഠിക്കാനുള്ളത്. അടുത്തത് വിളകളാണ്. പല പല വിളകൾ പല പല സ്ഥലങ്ങളിലായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ നീലം കൃഷി ചെയ്തിരുന്നത് ബംഗാൾ, ബീഹാർ സ്ഥലങ്ങളിൽ. ദെൻ ബംഗാളിൽ നീലം കൂടാതെ നീല കളർ ചണമാണ് ഓർമ്മ വയ്ക്കേണ്ടത്. നീലവും ചണവും ബംഗാളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബംഗാളികൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നീല കളർ ചണം. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. പഞ്ചാബിലെ പരുത്തി ഡ്രസ്സിട്ട് നടക്കുന്നത് ഗോതമ്പ് കഴിക്കുന്ന സുന്ദരിയാണ്. അത് ഓർത്തു വയ്ക്കുക. പഞ്ചാബിൽ പരുത്തിയും ഗോതമ്പുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിളകൾ. അത് കഴിഞ്ഞിട്ട് കരിമ്പ്. കരിമ്പ് ഉത്തർപ്രദേശിലാണ്. ദെൻ തേയില ആസാം, കേരള. ദെൻ ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. നീലം കർഷകരുടെ കലാപം. നീലം കർഷകരുടെ കലാപം ഓൾസോ കോൾഡ് ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ റിവോൾട്ട് എന്നും അറിയപ്പെടുന്നത് നീലം കർഷകരുടെ കലാപത്തിനെയാണ്. 1859 ഇത് നടന്നത്. വിഷ്ണുചരൺ ബിശ്വാസ്, ദിഗംബർ ബിശ്വാസ്, ഈ 2 പേരുകൾ നീലം കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി പ്രയത്നിച്ചത്. 1862 ഇൻഡിഗോ ആക്ട് നിലവിൽ വന്നു. ആരുടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ്? നവാബ് അബ്ദുൾ ലത്തീഫ്. ഇത് കൂടാതെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ് നീലദർപ്പൺ. ഒരിക്കലും PSC പഠിക്കുന്ന ഒരാൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പോർഷനാണ് ദീനബന്ധു മിത്രയുടെ നീലദർപ്പൺ. നീലദർപ്പൺ ബംഗാളി നാടകമാണ്. ഏതുമായി ബന്ധപ്പെട്ടതാണ്? നീലം കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാളി നാടകം നിർമ്മിച്ചത് ആരായിരുന്നു? ദീനബന്ധു മിത്ര. ഇനി ബംഗാളിൽ വെച്ചിട്ടാണ് അയാൾ അത് എഴുതിയതെങ്കിലും അത് പബ്ലിഷ് ചെയ്തത് ധാക്കയിൽ വെച്ചിട്ട് 1860 അത് പബ്ലിഷ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദി ഇവന്റ് ഓഫ് ഇൻഡിഗോ റിവോൾട്ട്. അതുപോലെ തന്നെ ഈ നീലദർപ്പൺ ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ മൈക്കിൾ മധുസൂദനൻ ദത്ത. അപ്പോൾ ഈ ഒരു പേര് നന്നായി പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു പേര് കേട്ടാൽ ഓർക്കണം. ഓപ്ഷനകത്ത് എന്തായാലും 4 ഓപ്ഷൻസ് കാണും. അതിനകത്ത് മൈക്കിൾ മധുസൂദനൻ ദത്ത എന്ന് കേട്ട് കഴിഞ്ഞാൽ നീലദർപ്പൺ ഓർമ്മ വരണം. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മൈക്കിൾ മധുസൂദനൻ ദത്ത ആൻഡ് പബ്ലിഷ്ഡ് ബൈ റെവറൻഡ് ജെയിംസ് ലോങ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കാം.
ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്